നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? എൻവലപ്പ് പില്ലോ കവർ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലത്തെ കുഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു കുഷ്യനാണ്. ലെങ്ത് 17 inches ആൻഡ് വിഡ്ത്ത് 17 inches. ഇനി ഇതിൻ്റെ പാറ്റേൺ ഡ്രാഫ്റ്റിങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഈസിയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കുഷ്യൻസൊക്കെ കേടായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു കവർ ഉണ്ടാക്കിയാൽ ഇറ്റ് വിൽ ലുക്ക് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 17 inches × 2 + 7 inches. ഇപ്പം നീളം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇത്രയും വരുമല്ലോ, മുകളിലത്തെ പാനലും താഴത്തെ പാനലും രണ്ടും കൂടെ കൂടുമ്പം 17 inches × 2. 7 inches എന്ന് പറയുന്നത് നമുക്കൊരു ഫോൾഡിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫാബ്രിക്കാണ്. അപ്പം അത് എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ 17 × 2 + 7 inches വരും. ഇനി വിഡ്ത്ത് എന്ന് പറയുന്നത് 18 inches കട്ട് ചെയ്തെടുക്കുക. 1 inch എക്സ്ട്രാ സീം അലവൻസ് കൊടുത്തിട്ട് അതിനുശേഷം നമ്മുടെ ഫാബ്രിക്കിൻ്റെ മിഡിലിൽ മാർക്ക് ചെയ്യാം. പിന്നെ രണ്ട് സൈഡിലും 17 inches ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്ത ലൈൻസ് മാർക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു റെക്റ്റാങ്കുലർ പീസ് കട്ട് ചെയ്തെടുക്കുക, അത്രേ ഇതിൻ്റെ ചലഞ്ചുള്ളൂ. വളരെ എളുപ്പമാണ്. ഇപ്പം 17 inches ആണല്ലോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള നീളം വരുന്നത്. അപ്പം കറക്റ്റ് അത് മാർക്ക് ചെയ്യാം. ബാക്കി എക്സ്ട്രാ വരുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് 3.5 inches ആണ്. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ 3.5 inch ഈ വരയുണ്ടല്ലോ, അത് ഈ മിഡിലിൽ വരച്ചേക്കുന്ന വരയിലേക്ക് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ മടക്കുക. കൃത്യമായ ലൈൻ വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ 17 inches ആണല്ലോ നമ്മുടെ നീളം എന്ന് പറയുന്നത്. ആ നീളം ഇത് മടക്കി കഴിയുമ്പോൾ നീളം കറക്റ്റ് 17 inches തന്നെ വരണം. അപ്പോൾ അതുകൊണ്ടാണ് ആ വര അതിലേക്ക് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെക്കണമെന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് നീറ്റായിട്ട് വെക്കുക. അപ്പോൾ നമുക്കെന്നാൽ ഇനി കട്ടിങ്ങിലേക്ക് കടക്കാം. കട്ടിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കുന്നതായിരിക്കും. കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇതാണ് ആദ്യം 17 inches മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഫാബ്രിക് റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുള്ളതാണ്. കാരണം സിംഗിളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വീഡിയോയിൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 17 inches മാർക്ക് ചെയ്യുക രണ്ട് സൈഡിലും. അപ്പോൾ ഒരു സൈഡിൽ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് അടുത്ത സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യം നോക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മിഡിലിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഒരു 17 inches മാത്രമേ നമ്മൾ ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്ത് എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം റെഫറൻസ് ആക്കിയിട്ട് തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കിയും എല്ലാം വെച്ച് അപ്പുറമൊക്കെ ആയിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇനി ഈ ഒരു ലൈൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. അതുപോലെ തന്നെ ഈ 3.5 inch ലൈനും അവിടെയും കറക്റ്റായിട്ട് ഓവർലാപ്പ് ചെയ്യണം. അപ്പോൾ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഇത് മടക്കി കഴിയുമ്പോൾ ഈ വിഡ്ത്ത് ഈ നീളം എന്ന് പറയുന്നത് 17 inches തന്നെ വരണം. മടക്കി കൊടുക്കുക, ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെയും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല വശം അകത്താണ് കേട്ടോ നമ്മുടെ ഫാബ്രിക്കിൻ്റെ. പിന്നെ ആ രണ്ടറ്റവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് കാണാം നീറ്റായിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സ്റ്റിച്ച് ചെയ്തു, ഇവിടെയും സ്റ്റിച്ച് ചെയ്തു. ഇനി എന്താ അടുത്ത പരിപാടി? അകമ്പുറം തിരിക്കുക. നമ്മുടെ റൈറ്റ് പാർട്ട് ഓഫ് ദ ഫാബ്രിക് അകത്താണല്ലോ. അപ്പോൾ നമ്മുടെ വിരൽ വെച്ച് ആ കോർണേഴ്സൊക്കെ കറക്റ്റായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നീറ്റായിട്ട് അത് പുറത്തേക്ക് വരുള്ളൂ. ഇനി ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പില്ലോ കവർ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓപ്പണിങ് എവിടെയാണ് വരുന്നത്? മിഡിലായിട്ട് വരും. അപ്പം നമുക്ക് നമ്മുടെ കുഷ്യൻ ഇതിൻ്റെ ഉള്ളിലൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാലോ. കറക്റ്റാണോ? കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടോ?
ഇത് ഫോം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇതാണ്, കുഷ്യനാണ്. അപ്പം അത് മുഴുവൻ കീറിയൊക്കെ പോയി. അപ്പം അതുകൊണ്ട് ഞാനൊരു കവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ആ പിങ്ക് കളറിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി സ്റ്റൂയിങ്.